അധിനിവേശ കശ്മീരിൽ ആളിക്കത്തി പ്രതിഷേധം. ഇതുവരെയുണ്ടായ സംഘർഷത്തിൽ മരണസംഖ്യ 9 കവിഞ്ഞു. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയും സർക്കാരും നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം തെരുവുകളിലേക്ക് വ്യാപിച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇതുവരെയുണ്ടായ സംഘർഷത്തിൽ മരണസംഖ്യ 9 കവിഞ്ഞു. അടിസ്ഥാന അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയവരെ അടിച്ചമർത്താൻ കൂടുതൽ സൈനികരെ വ്യോമമാർഗം വിന്യസിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയും സർക്കാരും നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം തെരുവുകളിലേക്ക് വ്യാപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക അലവൻസുകൾ അവസാനിപ്പിക്കുക, പാകിസ്ഥാനിലെ മറ്റ് ഭാഗങ്ങളിലെ സബ്സിഡികൾ പോലെ കിഴിവ് നിരക്കിൽ വൈദ്യുതിയും ഗോതമ്പും വിതരണം ചെയ്യുക എന്നിവയുൾപ്പെടെ 38 ഇന ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വെച്ചത്. എന്നാൽ പഞ്ചാബിൽ നിന്ന് സൈന്യത്തെ ഇറക്കി പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തു. മുസഫറാബാദിൽ 5 പേരും ദീർകോട്ടിൽ 5 പേരും ദാദ്യാൽ മേഖലയിൽ 2 പേരും കൊല്ലപ്പെട്ടു. കുറഞ്ഞത് 3 പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടുവെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ക്രൂരമായ ബലപ്രയോഗവും മാധ്യമങ്ങളുടെ ബ്ലാക്ക് ഔട്ടും ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലുടനീളം പ്രതിഷേധങ്ങൾ പെരുകുന്നത് എക്സിലെ 1-ലധികം വീഡിയോകൾ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരെ പ്രക്ഷോഭകർ ആക്രമിക്കുന്ന നിരവധി വീഡിയോകളും പുറത്തുവരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.